അങ്ങനെ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുന്നു. മൂന്നാം ഊഴമാണ്. ഇത്തവണ ഭൂരിപക്ഷം, അതായത് 272 എന്ന സീറ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. 240 സീറ്റുകളാണ് BJPക്ക് മാത്രമായിട്ട് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. NDA സഖ്യം ചേർന്നിട്ടാണ്. NDAക്ക് ഇപ്പോൾ നിലവിൽ 305 സീറ്റോളം എത്തിയിട്ടുണ്ട്. അതായത് 293 സീറ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വതന്ത്ര ഉൾപ്പെടെ ഇപ്പോൾ 305 സീറ്റോളം BJPക്ക് ആയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് NDAക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ വന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന നിതീഷ് കുമാർ, ഈ JDU നിതീഷ് കുമാർ മറുകണ്ഠം ചാടുമോ എന്നുള്ള ചോദ്യം. അതിപ്പോൾ BJPയുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ആ ഒരു സഖ്യകക്ഷികൾ, അതായത് സീറ്റ് നില കൂടുതലുള്ള സഖ്യകക്ഷികൾ എന്ന് പറയുന്നത് ഒന്ന് JDUയും ഒന്ന് TDPയുമാണ്. അതിൽ JDUവിന് 12 സീറ്റുകളാണ് നിലവിലുള്ളത്. TDPക്ക് 16 സീറ്റുകളോളമാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ JDUവിൻ്റെ കാര്യം, അതായത് JDU നിതീഷ് കുമാറിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. മറുകണ്ഠം ചാടുന്നത് ഒരു പുത്തരി അല്ല എന്നുള്ള തരത്തിലുള്ള ഒരു വ്യക്തിയായി മാറിയ ഒരാളാണ് നിതീഷ് കുമാർ എന്ന് പറയുന്നത്. കോൺഗ്രസിലോട്ട് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ BJPയിലേക്ക് വന്നിട്ടുണ്ട്, വീണ്ടും കോൺഗ്രസിൽ പോയിട്ടുണ്ട്, വീണ്ടും BJPയിലേക്കും വന്നിട്ടുണ്ട്. അങ്ങനെ മാറ്റം ഒരു പുത്തരി അല്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് നിതീഷ് കുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇത്തവണ, അതായത് ഈ BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമ്പോഴത്തേക്കും ഈ NDA സഖ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് ഇപ്പോൾ JDU മാറിയിരിക്കുന്നു, അതുപോലെ തന്നെ TDP മാറിയിരിക്കുന്നു. അപ്പോൾ ഈ JDU ഇനി ഒരു മറുകണ്ഠം ചാടുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷ, ഇന്ത്യ സഖ്യത്തിൻ്റെ ആ ഒരു പ്രതീക്ഷ, അതിൽ വല്ല കാര്യവുമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഈ പറയുന്ന നിതീഷ് കുമാറിന് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. കാരണം JDU നിതീഷ് കുമാർ ഇനി ഒരു മറുകണ്ഠം ചാട്ടം ആ ഒരു തരത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവ് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം ഇനി ഒരു ചാട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം ഉണ്ടാകാൻ പോകുന്നതും ഈ പറയുന്ന നിതീഷ് കുമാറിനാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ. അത് നിതീഷ് കുമാറിന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം നിലവിലിപ്പോൾ ബീഹാറിൽ JDUവിന് ഇപ്പോൾ ശക്തി കുറഞ്ഞു വരികയാണ്. അതായത് പഴയ പോലുള്ള ആ ഒരു ശക്തി ഇല്ല എന്ന് തന്നെ പറയാം. അവിടെ ഇപ്പോൾ JDUവിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ചേരിതിരിവും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ നിതീഷ് കുമാറിന് ആ ഒരു തരത്തിലുള്ള പഴയ ആ ഒരു ശക്തി അത് വളരെ നല്ല രീതിക്ക് കുറഞ്ഞു വരികയാണ്. അത് മാത്രമല്ല, അവിടെ ഇപ്പോൾ BJP വളരെയധികം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തന്നെയും ഇനിയിപ്പോൾ ഈ പറയുന്ന നിതീഷ് കുമാർ ഒരു മറുകണ്ഠം ചാട്ടം ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുന്നത് ഈ പറയുന്ന JDUവിനും നിതീഷ് കുമാറിനുമാണെന്നുള്ളത് വ്യക്തമായിട്ട് നിതീഷ് കുമാറിന് തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനി അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന JDU പിളരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഉപയോഗപ്പെടുത്തുന്നത് BJP തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഈ പറയുന്ന JDUവിലെ പലരും BJPയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ BJP അവിടെ വലുതായി മാറുകയും ചെയ്യും. JDU ഒന്നുമല്ലാതായി മാറുന്ന ഒരവസ്ഥയിലോട്ട് എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബീഹാറിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ തന്നെയായിരിക്കും നിതീഷ് കുമാർ നോക്കുന്നത്. അതുമാത്രമല്ല, ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് ഇനിയിപ്പോൾ നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയാൽ തന്നെയും നിതീഷ് കുമാറിന് ഒരു കംഫർട്ടബിൾ സോൺ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാർ ഇനിയിപ്പോൾ മറുകണ്ഠം ചാടിയാൽ തന്നെയും BJPക്ക് NDAക്ക് അതിൽ വലിയ ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം BJPക്ക് ഓൾറെഡി ഇപ്പോൾ 305 സീറ്റോളം ആയി കഴിഞ്ഞിരിക്കുന്നു NDAക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നിതീഷ് കുമാറിൻ്റെ പാർട്ടി വിട്ടുപോയി കഴിഞ്ഞാൽ 12 സീറ്റുകൾ മാത്രമാണ് നിതീഷ് കുമാറിന് ഉള്ളത്. ആ 12 പോയി കഴിഞ്ഞാൽ BJPക്ക് 305 ഉള്ളിടത്ത് BJPക്ക് 293 സീറ്റുകളാവും. 293 സീറ്റുകളായാലും കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റുകളാണ് ഭരിക്കാൻ വേണ്ടത്. ആ ഒരു ഇത് BJPക്ക് അതിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം NDAക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ നിതീഷ് കുമാറിൻ്റെ JDU പോയാൽ തന്നെയും 293 സീറ്റ് എന്ന കംഫർട്ട് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ആ ഒരു തരത്തിലുള്ള ഒരു മണ്ടത്തരം ചെയ്യത്തില്ല എന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ മറ്റൊരു തരത്തിലും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ഇപ്പോൾ ഈ നിതീഷ് കുമാറിനോടൊപ്പം തന്നെ ഇനി ബാക്കിയുള്ളതിൽ കുറച്ചു പേരെയും കൂടി ആ ഒരു തരത്തിൽ ഇന്ത്യ അലയൻസിലോട്ട് വിട്ടുകഴിഞ്ഞാലും ഒരു അവിയൽ പരുവമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ചക്ക കുഴഞ്ഞ കണക്ക് കുഴഞ്ഞിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയും കുറേയധികം പാർട്ടികൾക്കിടയിൽ ഈ നിതീഷ് കുമാറിൻ്റെ JDU പാർട്ടി, ഈ ബാക്കിയുള്ള ഇത് എല്ലാം തന്നെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു അവസ്ഥ തന്നെയായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുമാത്രമല്ല, മറുവശത്ത് നിൽക്കുന്നത് കളി അറിയാവുന്നവരാണ്.
ഈ പറയുന്ന നരേന്ദ്രമോദി ആയാലും അതുപോലെ തന്നെ അമിത്ഷാ ആയാലും ഈ പറയുന്ന ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അതിനുള്ളിലെ ആൾക്കാരെ ചിലപ്പോൾ മറുകണ്ഠം ചാടുന്നത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും എല്ലാവരെയും കൂടി പൊക്കി ഇപ്പുറത്തേക്ക് ഇടുന്നത്. അതിന് കഴിവുള്ളവർ BJP-യിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്ത്രങ്ങൾ ഏറെക്കുറെ അറിയാവുന്നവർ തന്നെയാണ് BJP എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അവരെ കളി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്കറിയാം എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് പേടിക്കേണ്ടത് ഇന്ത്യ അലയൻസ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ കാര്യമായാൽ തന്നെ നിതീഷ് കുമാർ മറുകണ്ഠം ചാടിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ഇതാണ്. ഈ ഒരു അവിയൽ പരുവത്തിലാവും. അത് ഈ പറയുന്ന നിതീഷ് കുമാറിനും വളരെ വ്യക്തമായിട്ടറിയാം. നിതീഷ് കുമാറിന് വളരെ കംഫർട്ട് സോണിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത് നിലവിൽ BJP തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു മുഖ്യ കക്ഷിയായിട്ട് ഇപ്പോൾ JDU മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കേന്ദ്രത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇപ്പോൾ JDU-നായാലും അതുപോലെ തന്നെ നിതീഷ് കുമാറിനായാലും വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇത് തീർച്ചയായിട്ടും BJP തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മുന്നിലുള്ളപ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ അവരെന്തായാലും ഈ ഒരു മണ്ടത്തരത്തിന് തുനിയത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ഇപ്പോഴുള്ള ഈ ഒരു ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടായാലും ഒരു ചെറിയ കൊട്ട് ഏതെങ്കിലും അറ്റത്ത് കിട്ടിയാൽ മതി, പിന്നെ തുരുതുരുതുരാന്നായിരിക്കും ഒരു പൊട്ടലെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പൊട്ടൽ ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഭരണം കയ്യിലില്ലെങ്കിൽ ഇവർ പ്രതിപക്ഷത്ത് എത്രത്തോളം ഇവർ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു തരത്തിൽ ഒരു കൂട്ടി യോജിപ്പിച്ച് പോവുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും കോൺഗ്രസിനും പറയത്തക്ക ഒരു വലിയ സീറ്റുകളായാൽ പോലും ഇത്തവണ കിട്ടിയിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് BJP-യിലായാലും അവരിപ്പോഴും വലിയ ഒറ്റക്കക്ഷിയാണ്. അതായത് അവർക്ക് 240 എന്ന ഒരു വലിയ കൗണ്ട് അവർക്ക് നിലവിൽ ഉണ്ട്. ഏകദേശം ഒരു 32 MP-മാരുടെ കുറവ് മാത്രമാണ് അവർക്ക് നിലവിൽ ആ ഒരു 272 എന്ന ആ ഒരു അക്കത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അങ്ങനെയും ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം 240 എവിടെ കിടക്കുന്നു, 99 എവിടെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 240 സീറ്റുകൾ BJP-യുടെ അത് ഇനിയിപ്പോൾ വരും നാളുകളിൽ അത് കൂടിക്കൂടി ഇനി 272-ലെത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോൺഗ്രസിലെ കാര്യവും ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യവും ഒന്നും തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. എപ്പോൾ ആര് മറുകണ്ഠം ചാടുമെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാത്തിരിക്കാം. കുറച്ച് നാൾ ചിലപ്പോൾ ഇതുപോലെ മുന്നോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിതീഷ് കുമാറിൻ്റെ JDU ആയാലും അതുപോലെ തന്നെ TDP ആയാൽ തന്നെയും അവർക്ക് കംഫർട്ടബിളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പാർട്ടി നിലവിൽ BJP തന്നെയാണെന്ന കാര്യം അവർക്ക് വളരെയധികം ബോധ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന കണക്കുള്ള ഒരു മാറ്റമൊന്നും അടുത്ത കാലത്തെങ്ങും ഉണ്ടാകാൻ പോകുന്നില്ല. അതിനുള്ള പൂട്ടൊക്കെ ഇട്ടിട്ട് തന്നെയായിരിക്കും BJP മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്നുമുള്ള ആ ഒരു പൂട്ട് പൊളിച്ചുകൊണ്ട് അതിൽ നിന്നും ഉള്ള ആൾക്കാർ പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് വേണം കോൺഗ്രസ് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട്. അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇനി വരുന്ന 5 കൊല്ലം കൊണ്ട് ഈ ഇന്ത്യ സഖ്യം എല്ലാം തന്നെ തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകും. അതിന് ഇടവരുത്താതിരുന്നാൽ കോൺഗ്രസിന് കൊള്ളാം. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം വീണ്ടും പഴയ ആ ഗതിയിലോട്ട് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല.